ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നെടുത്ത PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 31, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 33, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 21A. ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32. സെക്കൻഡ് ക്വസ്റ്റ്യൻ: കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി സ്വത്തവകാശം, ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻസർ ഓപ്ഷൻ സി സ്വത്തവകാശം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ബി വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. നാലാമത്തെ ക്വസ്റ്റ്യൻ: രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 4 വർഷം, ഓപ്ഷൻ സി 6 വർഷം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി 6 വർഷം. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ഓപ്ഷൻ സി 6 വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ പ്രേം ബിഹാരി നരൈൻ റൈസാത്ത്, ഓപ്ഷൻ ബി രാം പാർഷാത്ത്, ഓപ്ഷൻ സി NV ഗാഡ്ഗിൽ, ഓപ്ഷൻ ഡി നന്ദലാൽ ബോസ്. ആൻസർ ഓപ്ഷൻ എ പ്രേം ബിഹാരി നരൈൻ റൈസാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 15. ആൻസർ ഓപ്ഷൻ സി 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സുപ്രീം കോടതി, ഓപ്ഷൻ ബി ഹൈക്കോടതി, ഓപ്ഷൻ സി രാജ്യസഭ, ഓപ്ഷൻ ഡി ലോക്സഭ. ആൻസർ ഓപ്ഷൻ എ സുപ്രീം കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ എ 1949 ഡിസംബർ 6, ഓപ്ഷൻ ബി 1946 ഡിസംബർ 9, ഓപ്ഷൻ സി 1949 നവംബർ 26, ഓപ്ഷൻ ഡി 1946 നവംബർ 9. ആൻസർ ഓപ്ഷൻ ബി 1946 ഡിസംബർ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി അയർലൻഡ്, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി അമേരിക്ക. ആൻസർ ഓപ്ഷൻ ഡി അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ 326, ഓപ്ഷൻ ബി 243, ഓപ്ഷൻ സി 324, ഓപ്ഷൻ ഡി 234, ഓപ്ഷൻ സി 324. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 11, ഓപ്ഷൻ ബി അനുച്ഛേദം 19, ഓപ്ഷൻ സി അനുച്ഛേദം 15, ഓപ്ഷൻ ഡി അനുച്ഛേദം 17. ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ആഗസ്റ്റ് 15, ഓപ്ഷൻ ബി ഒക്ടോബർ 2, ഓപ്ഷൻ സി നവംബർ 26, ഓപ്ഷൻ ഡി ജനുവരി 26. ആൻസർ ഓപ്ഷൻ സി നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ സി നവംബർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 21, ഓപ്ഷൻ ബി അനുച്ഛേദം 24, ഓപ്ഷൻ സി അനുച്ഛേദം 14, ഓപ്ഷൻ ഡി അനുച്ഛേദം 51A. ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 21.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 44-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ബി 42-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ സി 73-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി 86-ാം ഭരണഘടനാ ഭേദഗതി. ആൻസർ ഓപ്ഷൻ എ 44-ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി വി പി മേനോൻ, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 15. ആൻസർ ഓപ്ഷൻ സി 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച വർഷം എന്ന്? ഓപ്ഷൻ എ 1949 സെപ്റ്റംബർ 14, ഓപ്ഷൻ ബി 1947 ജൂലൈ 22, ഓപ്ഷൻ സി 1950 ജനുവരി 26, ഓപ്ഷൻ ഡി 1949 ജനുവരി 26. ആൻസർ ഓപ്ഷൻ എ 1949 സെപ്റ്റംബർ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 19. ആൻസർ ഓപ്ഷൻ എ 22-ാം വകുപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.